ഓപ്പറേഷൻ സിന്ദൂർ ഭീകരർക്കെതിരായ യുദ്ധപ്രഖ്യാപനമായിരുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ സായുധ സേനയും ഇക്കാര്യത്തിൽ പ്രശംസ അറിയിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരർക്കെതിരെയുള്ള ശക്തമായ പ്രതികരണത്തിന് സായുധ സേനയെ പ്രശംസിക്കുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകുന്നതിലും ഭീകരാക്രമണങ്ങളിൽ നഷ്ടപ്പെട്ട ജീവന് വേണ്ടി പ്രതികാരം ചെയ്യുന്നതിലും നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും നമ്മുടെ രഹസ്യ അന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങളും സൈന്യത്തിന്റെ അത്ഭുതകരമായ മാരക പ്രകടനവും ഒരുമിച്ച് വന്നപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായത്. ഇവ മൂന്നും ഒരുമിച്ച് വരുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ രൂപപ്പെട്ടത്, അമിത് ഷാ പറഞ്ഞു. പാകിസ്ഥാൻ വർഷങ്ങളായി തീവ്രവാദികളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നും പലതവണ ഇവരുടെ ആക്രമണങ്ങൾ ഇന്ത്യ സഹിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ ഈ നിലപാടിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപീകരിച്ചു. ആദ്യത്തെ വലിയ ആക്രമണം ഉറിയിൽ നമ്മുടെ സൈനികർക്ക് നേരെയായിരുന്നു. അവർ നമ്മുടെ സൈനികരെ ജീവനോടെ ചുട്ടുകളയാൻ ധൈര്യപ്പെട്ടു. ഉറിക്ക് തൊട്ടു പിന്നാലെ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി ആദ്യമായി തീവ്രവാദികളുടെ ഒളിത്താവളങ്ങളിൽ പ്രവേശിച്ച് തീവ്രവാദികൾക്ക് ഉചിതമായ മറുപടി നൽകി, അമിത് ഷാ പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരരെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് പലകുറി തെളിയിച്ചിട്ടുണ്ടെന്നും അമിത് ഷാ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഭീകരർക്കെതിരായ ആക്രമണം അവരുടെ രാജ്യത്തിനെതിരായ ആക്രമണമായി കണക്കാക്കിയപ്പോൾ പാകിസ്ഥാൻ അവരുടെ കൈകൾ തന്നെ സ്വന്തം നേർക്ക് ചൂണ്ടിയതായി അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഭീകരരെ ആക്രമിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ പാകിസ്ഥാൻ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് തെളിയിച്ചു. ഭീകരർക്കെതിരായ ആക്രമണം തങ്ങൾക്കിരയായ ആക്രമണമായി പാകിസ്ഥാൻ കണക്കാക്കി. പാകിസ്ഥാൻ സൈന്യം നമ്മുടെ സിവിലിയൻ താവളങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യം ശക്തമായ മറുപടി നൽകി. അവരുടെ വ്യോമ താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചു, അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച 26 സാധാരണക്കാരുടെ മരണത്തിന് പ്രതികാരം ചെയ്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പായത് എന്നും അതിന് സായുധ സേനയെ പ്രശംസിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഹൽഗാമിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത തീവ്രവാദികൾ അവരുടെ കുടുംബങ്ങൾക്ക് മുന്നിൽ അവരുടെ മതം വ്യക്തമാക്കി നിരപരാധികളെ കൊലപ്പെടുത്തി. ആ ആക്രമണത്തിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യൻ സായുധ സേനയെ ധീരതയെയും പ്രശംസിക്കുന്നു.